ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം കൂടി നമുക്കിപ്പം വരുന്നുണ്ട്. ദീപ്തിയുടെ വാക്കുകളിലേക്ക്. ഈ നഗരത്തിൻ്റെ വികസനം, നഗരത്തിൻ്റെ സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമുണ്ട് UDF-ന്. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളത് ഇനിയിപ്പോൾ നേതൃത്വം കൂടി ആലോചിച്ചായിരിക്കും തീരുമാനിക്കുക. മൊത്തത്തിലൊരു എന്താ പറഞ്ഞാൽ UDF തരംഗം തന്നെ ആയിരുന്നല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം കൂടിയാണ്, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ മൊത്തത്തിലുള്ള സ്വർണ്ണപ്പാളി ഒരുപാട് നിരവധി കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ കൂടിയുള്ളൊരു അസസ്മെൻ്റ് ആണ് എന്നൊരു തോന്നലുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭയുടെ ഭരണം നഗരത്തിന് പുതുതായിട്ടൊരു പദ്ധതി പോലും കൊടുക്കാൻ കഴിയാത്തൊരു ഭരണമായിരുന്നു. പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ തിരിച്ചറിവാണ് വലിയ ഭൂരിപക്ഷമായി പല സ്ഥലങ്ങളിലും കുത്തകയായി വെച്ചിരുന്ന പല സീറ്റുകളും തിരിച്ചു പിടിക്കാൻ UDF-ന് കഴിഞ്ഞതിൻ്റെ കാരണം. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ ഒരു വിജയമാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണം, ആരോഗ്യരംഗത്തുള്ള വലിയ വീഴ്ചകൾ, സാധാരണക്കാരന് ആരോഗ്യരംഗത്ത് ഒരു പ്രയാസം വന്നാൽ പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ കയറാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയില്ലാത്ത ഒരവസ്ഥ, ആശാ വർക്കേഴ്സിൻ്റെ, അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ വിഷയങ്ങൾ, ക്ഷേമ പദ്ധതികളില്ലാതാവുന്നത്, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത്, ഇതെല്ലാം ചർച്ചയായിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് വിശ്വാസ സംരക്ഷണം എന്നുള്ളത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരിനെയാണ് കണ്ടത്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയാണ് ഇപ്രാവശ്യം UDF-ന് വലിയൊരു വേവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു തുടർന്നും ഈ വേവ് നിലനിൽക്കും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയാണിത്. സെമി ഫൈനലിൽ നമ്മൾ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ഫൈനലിലേക്കുള്ള ഒരു വലിയ വേവാണ് കണ്ടത്. ഇതിലും വലിയ കൊടുങ്കാറ്റായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. അത്രത്തോളം ജനങ്ങൾ മടുത്ത ഒരു ഗവൺമെൻറ്റാണ് സംസ്ഥാന ഗവൺമെൻറ്റും. കൊച്ചി നഗരത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരിക്കും. നഗരസഭയുടെ ഒരു പ്ലാനിങ്ങും കഴിഞ്ഞ ഒരു 5 വർഷം തന്നെ അതിനുള്ളിൽ നിന്ന് എന്തൊക്കെ നടന്നു എന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഇനിയും നമ്മളീ പറയുന്ന മേയർ അല്ലെങ്കിൽ പോലും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇനിയിപ്പം എന്താണ് ഒരു മുന്നോട്ട് വെക്കേണ്ടത് വികസന പദ്ധതികൾ എന്നുള്ളത്. നല്ല പ്രശ്നമുണ്ട്, വെള്ളക്കെട്ടുണ്ട്, ഇതൊന്നും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഈ ഒരു ഇപ്പോൾ ജയിച്ചു അതിനുശേഷമല്ല, അതിന് മുൻപ് തന്നെ ഒരു ഐഡിയ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കൊച്ചി നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കൃത്യമായ ശാസ്ത്രീയമായ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. വെള്ളക്കെട്ട് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ കൊച്ചി നഗരത്തെ ആകമാനം മാറ്റുന്ന ഒരു പദ്ധതി വരേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണം. കൊച്ചിയെപ്പോലെ മനോഹരമായ ഒരു നഗരം, അറബിക്കടലിൻ്റെ റാണി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കൊച്ചിയെ അതേ മനോഹാരിതയോടെ ഒരു അറബിക്കടലിൻ്റെ റാണിയായി തന്നെ ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഒരു മാതൃകയായ നഗരമാക്കി മാറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുള്ള ശ്രമം തീർച്ചയായിട്ടും UDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇവിടെ നമുക്ക് ഇല്ലാതെ പോകുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം ഹൈക്കോടതി വിമർശിച്ചതിൻ്റെ ഒക്കെ കാരണം. ഇങ്ങനൊരു നഗരസഭ എന്തിനാണ് എന്ന് വരെ ഹൈക്കോടതി ചോദിച്ചു. ആ വീഴ്ചകളെല്ലാം നികത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ വെള്ളക്കെട്ട് നിവാരണം, അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഏറ്റവും പ്രധാനമാണ്. നഗരത്തിൽ ചെറുപ്പക്കാരുടെ സുരക്ഷ, ലഹരി മാഫിയ എന്ന് പറയുന്നത് അതൊരു ഹബ്ബായി കൊച്ചി നഗരത്തെ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ നഗരത്തെ മോചിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യം UDF-നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സുരക്ഷ, ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ അതായിരുന്നു, വികസിത നഗരം, സുരക്ഷിത നഗരം എന്നുള്ളതാണ്. അതായിരിക്കും വലിയ ലക്ഷ്യം UDF-നെ സംബന്ധിച്ച്. യെസ്, ഇതാണ് സാഹചര്യം. എന്തായാലും അവിടെ ദീപ്തി മേരി വർഗീസിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ കാണുന്നത്. ഡാനി, ദീപ്തി മേരി വർഗീസ് ഞാനാണ് മേയർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നൊന്നുമില്ല, അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ ഏറെക്കുറെ അത് ഉറപ്പാണ്, അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ ദീപ്തി മേരി വർഗീസിന് വെല്ലുവിളിയാവാൻ സാധ്യതയുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചിയിലെ രാഷ്ട്രീയത്തിൽ ഈ അവസാന വാക്ക് ആരാവാനാണ് സാധ്യത? സജിത്ത്, അതിൽ KPCC നേതൃത്വം സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ ഒരിടപെടൽ നടത്തും. കാരണം അതിൽ വളരെ കൊച്ചി എന്ന് പറയുന്നത്, എറണാകുളം എന്ന് പറയുന്നതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ ഒരു മേയർ രാഷ്ട്രീയപരമായിട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് തന്നെയാണ് അത് പോകുന്നത്. പക്ഷേ ഈ VK മിനിമോൾ
കഴിഞ്ഞ 3 വർഷം ഇപ്പോൾ 3ാമത്തെ ടൈമിലേക്കെല്ലാം തന്നെ വരുമ്പോഴേക്കും അവർ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട്. മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വങ്ങളുണ്ട്. മഹിളാ കോൺഗ്രസിനോട് ഒരുപക്ഷെ അതിൻ്റെ അധ്യക്ഷ ജെബി മേത്തറോടെല്ലാം തന്നെ ഒരു വളരെയധികം അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ്. മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ അവർ വളരെയധികം സജീവമായിട്ട് ചടുലമായിട്ട് ഈ സമരങ്ങളിലെല്ലാം തന്നെ കാണുന്ന ഒരാൾ തന്നെയാണ്. ദീപ്തിക്ക് ഏറ്റവും കൂടുതൽ കടുത്ത മത്സരം നേരിടേണ്ടി വരുന്നത് മിനിമോളിൽ നിന്ന് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് മറ്റൊരു കാരണം കൂടിയുള്ളത് ഈ ജില്ലാ കോൺഗ്രസ് നേതൃത്വവുമായി ഒരുപക്ഷെ കുറച്ചുകൂടി ഒരു അടുപ്പം വരുന്നത് മിനിമോൾ കാണുന്നതാണ് സൂചനകൾ. കാരണം അവരുടെ ഒരു താല്പര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിൽ നിർണായകം തന്നെയാണ്, ഒരു സംശയവുമില്ല. അത് ദീപ്തി മേരി വർഗീസിൻ്റെ ഒരു സ്വാധീനവും അല്ലെങ്കിൽ അവർക്കുള്ള ഒരു പരിചയസമ്പന്നതയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം അവരിലേക്ക് വരുന്നത്. മിനിമോളുടെ മത്സരം അത് ഒട്ടും കുറച്ച് കാണേണ്ടതില്ല എന്നതാണ്. മറ്റൊരാൾ ഷൈനി മാത്യു ആണ്. ഷൈനി മാത്യു കഴിഞ്ഞ തവണ ഇതിന് മുൻപുണ്ടായിരുന്നൊരു ടൈമിൽ മേയറാകും എന്ന രീതിയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ പറഞ്ഞു വന്നതാണ്. പക്ഷേ അതിന് മറ്റു ചില കാരണങ്ങൾ കൂടി അതിനൊപ്പം ഉണ്ടായിരുന്ന പ്രചാരണങ്ങൾ അതൊരു പെയ്ഡ് സീറ്റ് എന്ന രീതിയിലെല്ലാം തന്നെ പറഞ്ഞു കേട്ടിരുന്നു. അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വളരെയധികം പഴി കേൾക്കേണ്ടിയിരുന്നു. വലിയ രീതിയിൽ മാധ്യമ വാർത്തകൾ അതിലേക്ക് വന്നു. കാരണം സൗമിനി ജെയിൻ മേയറാകുമ്പോൾ ഇതിലൊരു നിശ്ചിത കാലയളവ് 2.5 വർഷം വീതമെന്ന് പറഞ്ഞു വെച്ചിരുന്നു എന്നതാണ് പറയുന്നത്. അങ്ങനെ ഒരു ധാരണ KPCC നേതൃത്വവും ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു എന്നതെല്ലാം തന്നെ പറഞ്ഞത്. പക്ഷേ ആ ഒരു നിശ്ചിത കാലയളവിന് ശേഷവും സൗമിനി ജെയിൻ അങ്ങനെ ഒരു കരാറില്ല, അങ്ങനെ ഒരു ധാരണയില്ല, ഇതൊരു ആവശ്യമായ പിടിവാശിയാണ് എന്നെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നു. ഷൈനു മാത്യു പോലും ഒരിടയ്ക്ക് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പടി കൂടി മുന്നോട്ട് വരികയും എല്ലാം ചെയ്തു. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന MLAയും DC നേതൃത്വവും അടക്കം ഈ ഷൈനിക്ക് ഒപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു വിട്ടുകൊടുക്കൽ വഴങ്ങൽ അങ്ങനെ ഇല്ലായിരുന്നു സൗമിനി ജെയിൻ്റെ ഭാഗത്തു നിന്ന്. കാരണം അവർ പറയുന്നത് അങ്ങനെ ഒരു ധാരണയില്ല, എങ്കിൽ പിന്നെ എന്തിനാ ഞാനതിന് മാറിക്കൊടുക്കണം എന്നതായിരുന്നു. ഏതായാലും അവരുടെ തീരുമാനവും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അന്ന് ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടിയായിരുന്നു ഷൈനി മാത്യു മാറി നിന്നത്. ഇപ്പോൾ വീണ്ടും അത്തരം ഒരു ക്ലെയിമിലേക്ക് വരുമ്പോൾ അന്നുണ്ടായിരുന്നത് അത്രയും ആ രീതിയിൽ തന്നെ ഉന്നയിക്കാൻ കഴിയുമോ എന്ന സംശയമാണ്. കാരണം മിനിമോളോളം ശക്തമായ ഒരു മത്സരം ഷൈനി മാത്യുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് അന്നുണ്ടായിരുന്നൊരു പഴി അതൊരു പെയ്ഡ് സീറ്റ് അല്ലെങ്കിൽ ഒരു പെയ്ഡ് പോസ്റ്റിലേക്ക് വേണ്ടിയാണ് എന്നതെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അത് ഒരു ആരോപണവും ആക്ഷേപവുമായിട്ട് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്ന ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ ഈ ഷൈനി മാത്യുവിൽ നിന്ന് വലിയ രീതിയിലൊരു മത്സരം ഉണ്ടാകുകയാണെങ്കിൽ പഴയ ആക്ഷേപം വീണ്ടും ഉയരാൻ തന്നെയാണ് വളരെ സജീവമായ സാധ്യത. അന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ പലരുടെ പേരുകളും ഇതിനോട് ഇത്തരം ഒരു പെയ്ഡ് സംവിധാനത്തോട് ചേർന്ന് പറഞ്ഞു കേട്ടിരുന്നതാണ്. എന്തായാലും അത്തരമൊരു ആക്ഷേപം ഒന്നുകൂടി ശക്തമാകും. മാത്രവുമല്ല അന്ന് കൊടുക്കാതിരുന്നു ഇന്നിപ്പോൾ വിളിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് പോലൊരു സ്ഥാനമൊന്നുമല്ലല്ലോ ഒരു മേയർ സ്ഥാനം എന്നെല്ലാം തന്നെ പറയുന്നത്. രാഷ്ട്രീയപരമായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കൊച്ചി മേയർ എന്നെല്ലാം തന്നെ പറയുമ്പോൾ അതിൽ വളരെ തീരുമാനങ്ങൾ നിർണായകം രാഷ്ട്രീയപരമായിട്ട് തന്നെ പല കാര്യങ്ങളും നടപ്പാക്കേണ്ടതും കാര്യങ്ങളുമെല്ലാം തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പരിചയമുള്ളവരിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അതിൽ ആദ്യത്തെ പേര് ദീപ്തിയുടേതും പിന്നീട് VK മിനിമോളുടേതും തമ്മിലാണ്. ഇവർ തമ്മിലുള്ളൊരു മത്സരം ആയിരിക്കും ഉണ്ടാകുക. ആർക്കാ പാർട്ടിയിൽ കൂടുതൽ സ്വാധീനം എന്നത് തന്നെയായിരിക്കും ഇതിലൊരു മാനദണ്ഡം എന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകാനുള്ളൊരു സാധ്യത. KPCC വക്താവ് അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വവുമായുള്ളൊരു വലിയ അടുപ്പം അക്കാര്യങ്ങളെല്ലാം ദീപ്തിക്ക് മുതൽക്കൂട്ടാകും. അവരുടെ ഒരു നഗരത്തിലുള്ളൊരു പരിചയസമ്പന്നതയും കാര്യങ്ങളും അവർക്ക് ഗുണകരമായ ഘടകങ്ങളുമാണ്. എന്തായാലും കൊച്ചിയുടെ രാഷ്ട്രീയത്തിൽ കൊച്ചി മേയർ ആരാവും എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. ദീപ്തി മേരി വർഗീസ് ഒപ്പം തന്നെ ഷൈനി മാത്യു, ഈ പേരുകളൊക്കെ സജീവമായ പരിഗണനയിലുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വീതം വെപ്പില്ലാതെ പരിഹരിക്കാവുന്ന വിഷയമാണ്. കാരണം വലിയ ഭൂരിപക്ഷമുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ സുശക്തമായ ഒരു കോർപ്പറേഷൻ ഭരണസമിതി നേതൃത്വം ഇതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ആ ആലോചനകളാണ് നടക്കുന്നത്. അവസാന വാക്ക് ആര് എന്നത് സംബന്ധിച്ച് ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വേഗത്തിൽ തീരുമാനമുണ്ടാകും.